നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വെക്കേഷനൊക്കെ ആണല്ലോ കുട്ടികൾക്ക്. പിന്നെ +2 കഴിഞ്ഞ മക്കളുണ്ടാവും, +2 എക്സാം എഴുതിയിരിക്കുന്ന മക്കളുണ്ടാവും, SSLC എക്സാം എഴുതിയിരിക്കുന്ന മക്കളുണ്ടാവും. ചെറിയൊരു കാര്യം പറയാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ SSLC ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, SSLC കഴിഞ്ഞാൽ അവർക്ക് ഏത് കോഴ്സ് എടുക്കണം കമ്പൽ ചെയ്യണ്ട. അത് വെച്ചാൽ അവരവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കട്ടെ. ഈ +2 കോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ കരിയർ നോക്കാൻ പറ്റും. അതേമാതിരി തന്നെ +2 കഴിഞ്ഞവർ ഡിഗ്രി എടുക്കണോ അതല്ല വല്ല പ്രൊഫഷണൽ കോഴ്സ് നോക്കണോ. ഇപ്പോൾ പേരൻസ് വിചാരിക്കും എൻ്റെ മക്കളല്ലേ, ഞാനല്ലേ ശരി പറഞ്ഞു കൊടുക്കേണ്ട ആവണ്ടെന്ന്. എപ്പോഴും ഞാനൊരു പേരൻ്റാണ് കേട്ടോ, എപ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കുന്നതോ ആയിക്കൊടുക്കുന്നതോ ഒക്കെ ശരിയാവണമെന്നൊന്നുമില്ലല്ലോ. രക്ഷിതാക്കൾക്കും തെറ്റൊക്കെ പറ്റാലോ. അപ്പോൾ അവരുടെ കരിയർ അവർ ചൂസ് ചെയ്യട്ടെ, അല്ലേ? അതാവൂലേ നന്നാവുക. മിക്ക പേരൻസും വിവാഹമായിക്കോട്ടെ, അവരുടെ തുടർന്നുള്ള ജീവിതം മീൻസ് +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണം, എന്തിനേക്ക് പോകണം. ചില മക്കൾക്ക് വീട്ടുകാരനെ പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ, അത് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. പക്ഷേ ചില മക്കൾ സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരവരുടെ ലൈഫ് തിരഞ്ഞെടുക്കട്ടെ, അല്ലേ? വിവാഹം പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തായിരുന്നു അധികം അറേഞ്ച് മാരേജ്. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല, അല്ലേ? ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് എന്ത് കഴിവുകളാണ് ഉള്ളതെന്ന് നോക്കാണ്ട് കടമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവനവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് പകുതി മുക്കാലും വിദ്യാഭ്യാസ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ചിലവാക്കും. ബാക്കി കാര്യം എന്തിനാണെന്നറിയില്ലേ? വിവാഹ കാര്യം. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കൂടുതലും ചിന്തിക്കാതെ ഓരോന്നും കാട്ടിക്കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് നമ്മൾ കുട്ടികളുടെ ഭാവി നന്നാവണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്തുകൊണ്ട് പഠിപ്പിക്കും. അത് എത്ര സിമ്പിളാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് അവർ മനസ്സറിഞ്ഞ് പഠിക്കാൻ നിൽക്കില്ല, പാതി വഴിയിൽ ഇട്ടിട്ട് പോകും. അതേമാതിരി അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് അവർ തിരഞ്ഞെടുക്കട്ടെ, എത്ര ടഫാണെങ്കിൽ പോലും, ഇങ്ങനെ എന്താ പറയുക ഹാർഡായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവരതുമായിട്ടൊന്ന് പൊരുത്തപ്പെടും. കാരണം അവർക്കിഷ്ടമാണ് ആ ഒരു കോഴ്സ്. സോ അതിലുമേ കണ്ടിന്യൂ ചെയ്യും അവർ, ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കണമായിരിക്കും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ചിന്തിക്കുക, അല്ലേ? ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ടിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും അഡ്വൈസ് ചെയ്യില്ല, എനിക്ക് ശരി തോന്നുന്നത് ഞാൻ പറയും. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ പകുതി മുക്കാൽ മക്കളും സ്വന്തമായിട്ട് അഭിപ്രായമുള്ള കുട്ടികളാണ്. ചെറിയ മക്കളടക്കം ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ തന്നെ നനച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾ കുഞ്ഞിൽ തൊട്ടായിക്കോട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലുതായാലുള്ള കാര്യം എന്താണ്, നമ്മൾ പറയില്ലേ കാലത്തിനൊത്ത് മാറുക. സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്, നമുക്ക് അവരോട് ഇഷ്ടമുണ്ട്. ഞാൻ ഇപ്പോഴേ പറയും നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പഠിച്ചോടാ. എല്ലാവരും ഇപ്പോൾ അങ്ങനെ ആവണം എന്നൊന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേ. നമ്മൾ കൂടുതലായിട്ടും നമുക്കൊക്കെ കടം വന്ന് ഓരോ വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ടതൊക്കെ ആവശ്യം വരുന്നത് എന്താ അറിയാവോ? കുറേയൊക്കെ നമ്മൾ ചിന്തിക്കാതിട്ടാണ്, അല്ലേ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കടമില്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല, കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാക്സിമം കൂടിയ ഏകദേശം 1
ലക്ഷമൊന്നും വരില്ലയെന്നേ, ഇത്തിരി എങ്ങാണ്ട് വരുള്ളൂ. അതിലൊക്കെ ചോടയായിട്ട് കുഞ്ഞ് എമൗണ്ട് അങ്ങനെയൊക്കെ വരുള്ളൂ. ഇല്ലാത്തവരില്ലല്ലോ, എല്ലാവർക്കും ഇത്തിരി ഇത്തിരി കടമൊക്കെ ഉണ്ടാവും. ലക്ഷങ്ങൾ കടങ്ങൾ, ഒരു 10 ലക്ഷം 20 ലക്ഷത്തിൻ്റെയൊക്കെ മുകളോട്ട് കടങ്ങൾ. കുറേയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ കാര്യം. ചിലപ്പം അച്ഛന് ഇന്നൊരു കോഴ്സ് ചെയ്ത് ഇന്നതാവാൻ പറ്റാത്തത് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന പാരൻ്റ് ഉണ്ടാവും. അപ്പം അതൊക്കെ വേണോ? കുട്ടികളുടെ ആഗ്രഹം കൂടി നോക്കണ്ടേ? അങ്ങനെ നമ്മൾ ഒന്നും ചിന്തിക്കാതെ അങ്ങനെയൊക്കെ ഇത് ആലോചിക്കുമ്പോൾ കുട്ടികൾക്ക് അത് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നും കൂടി നോക്കണം നമ്മൾ. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ നമ്മൾ ഒരു കടമായി വന്നു. ഇനി വീടൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അല്ലേ? വീട് വെക്കുന്നതും വീടെടുക്കുന്നതും ഒക്കെ എന്നും പറയുന്നത് അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ അതിലായാലും നമ്മൾ കുറേയൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ? വാഹനങ്ങളായാലും എന്തെന്നെ ആയാലും കുറേയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്വദേശത്ത് നിൽക്കാണ്ട് വിദേശത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? നാടിന് വേണ്ടി പോരാടുന്ന ആൾക്കാർ അത് വേറെ തന്നെ. അവരവരുടെ ലൈഫ് നാടിന് വേണ്ടി എന്നുള്ള ലെവൽക്ക് ഇതായിരിക്കും. അതേസമയം വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടല്ലേ, അവർക്ക് മനസ്സ് ഇവിടെയും ശരീരം അവിടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്ത് കഷ്ടമുണ്ടല്ലേ? കുറേയൊക്കെ നമുക്ക് ചിന്തിച്ചാൽ എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റും എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ കേട്ടോ. ആരെയും ഒന്നിലേക്കും ഒരു ഇതിലേക്കും അഡ്വൈസോ ഒന്നുമല്ല. ഇപ്പം അഡ്മിഷനൊക്കെ വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഈ മാസം ഏകദേശം കഴിയാനായി തുടങ്ങി, ലാസ്റ്റിലേക്ക് എത്തിയല്ലോ. അടുത്ത മാസത്തിൽ ചിലയിടത്തിലൊക്കെ ഈ മാസം തന്നെ അഡ്മിഷനൊക്കെ തുടങ്ങി സ്കൂളുകളുടെ കേസിൽ. പിന്നെ അടുത്ത മാസം തൊട്ട് ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ വന്നിട്ടാണല്ലോ അടുത്ത അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. എൻ്റെ സഹോദരികളായിക്കോട്ടെ സഹോദരന്മാരായിക്കോട്ടെ ആരായാലും കയ്യിലുള്ള പൈസ ഒത്തിരി അങ്ങോട്ട് ചിലവാക്കാൻ നോക്കാണ്ട് ചിന്തിച്ചും കണ്ടും പ്രവർത്തിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ പറയാൻ. കുറേ ദിവസമായി ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട്, അത് കാരണം വന്നേക്കുവാണ് കേട്ടോ. ശരി, ഇനി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം നിമിഷ.